നമസ്കാരം, എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ PYQ പാർട്ട് 2 ആണ് ചെയ്യുന്നത്. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. ആൻഡ് ഓൾസോ ഞാൻ നിങ്ങൾ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യട്ടെ, ഇത് നമ്മളൊരു ബിഗിനേഴ്സ് ലെവലായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കൺഫ്യൂഷൻസും ഉണ്ടാവും. കാരണം നമ്മളിത് മോസ്റ്റ്ലി ഫൈനൽ റിവിഷൻ നടത്തുന്ന ആൾക്കാരെ ഓറിയൻറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്സ് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സ് കിട്ടുന്നുണ്ടാവും. ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്നാമത് നമുക്ക് സമയമില്ല, ഒരു 1 മന്തിനേക്കാളും കുറവാണ് നമ്മുടെ മുമ്പിൽ ഇനിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അത് നല്ലോണം പഠിക്കുക. അതാണ് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കേട്ടോ. സോ നമുക്കിനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷം, ബന്ധപ്പെട്ട സംസ്ഥാന ഗവർണറുമായി കൂടിയാലോചന നടത്തിയ ശേഷം, ബന്ധപ്പെട്ട സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷം, ബന്ധപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രിയുമായി കൂടിയാലോചന നടത്തിയ ശേഷം. അപ്പൊ ഇതില് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ശരിയാണ്, ഗവർണറും അതുപോലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ഒക്കെ ഇതിൽ ബന്ധപ്പെട്ടതാണ്. പക്ഷെ മുഖ്യമന്ത്രിയുമായിട്ട്, സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയുമായിട്ട് കൂടിയാലോചന നടത്താറില്ല. ഓൾറെഡി നമുക്കറിയാം എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നുള്ള ഡിവിഷൻ ഉണ്ട്. അപ്പം കോടതികളൊക്കെ ജുഡീഷ്യറിന്റെ കീഴിലാണ് വരുന്നത്. മാത്രമല്ല അവിടെ ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത് കൊളീജിയം സിസ്റ്റം ബേസിസിലാണ്. അപ്പം മുഖ്യമന്ത്രി അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പം 1, 2, 3 ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്, ഓപ്ഷൻ ഡി കേട്ടോ. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഉള്ള ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാന നിയമസഭയിലും ഒരു ചർച്ചയും നടത്താൻ പാടില്ല. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നടപടിക്രമങ്ങളിലെ ഏതെങ്കിലും ക്രമക്കേടിന്റെ പേരിൽ സംസ്ഥാന നിയമസഭകളിൽ നടക്കുന്ന നടപടികളുടെ സാധുത കോടതികൾക്ക് മുമ്പാകെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്, ഓപ്ഷൻ സി ആണ്, ബോത്ത് 1 and 2. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ലക്ഷ്യങ്ങൾ ഏതെല്ലാം? രാഷ്ട്രത്തിന്റെ ഐക്യം, യൂണിയനിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ വേർപിരിയൽ, രാഷ്ട്രത്തിന്റെ അഖണ്ഡത. അപ്പൊ ഇതിൽ യൂണിയനിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ വേർപിരിയൽ, സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഫ്രം ദ യൂണിയൻ വരുന്നത് ആർട്ടിക്കിൾ 3-ലാണല്ലേ അതൊക്കെ പറയുന്നത്. പാർട്ട് 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 3 ആണ്. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് ഏതാണ്? 2 ഓൺലി ആണ് കേട്ടോ, അത് ആമുഖത്തിൽ വരുന്നതല്ല. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസ അവകാശത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത്? നമ്മൾ നേരത്തെ വായിച്ചതാണ്. ഏതാ? ഓപ്ഷൻ ബി ആണ്, 86th അമെൻമെന്റ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപന വ്യവസ്ഥകളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഇന്ത്യയുടെ മൊത്തമായോ ഏതെങ്കിലും പ്രദേശത്തിന്റെയോ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നതായി രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടാൽ അത്തരമൊരു ഭീഷണിയെ നേരിടാനായി അദ്ദേഹം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തുന്നതിനായി കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം രേഖാമൂലം അദ്ദേഹത്തെ അറിയിച്ചില്ലെങ്കിൽ രാഷ്ട്രപതി അത്തരം ഒരു പ്രഖ്യാപനം പുറപ്പെടുവിക്കാൻ പാടില്ല. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആർട്ടിക്കിൾ 352 പ്രകാരം രാഷ്ട്രപതി പുറപ്പെടുവിക്കുന്ന ഓരോ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും പാർലമെന്റിന്റെ ഇരുസഭകളുടെയും അംഗീകാരത്തിനായി സഭകൾക്ക് മുമ്പാകെ വെക്കേണ്ടതാണ്. കൂടാതെ 6 മാസത്തിന് ശേഷം പാർലമെന്റിന്റെ ഇരുസഭകളുടെയും അംഗീകാരം പ്രഖ്യാപനത്തിന് ലഭിച്ചില്ല എങ്കിൽ രാഷ്ട്രപതിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നിർത്തലാക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എങ്ങനെയാ തെറ്റുന്നത്? 6 മാസത്തിന് ശേഷമല്ല, 1 മാസമാണ് അവിടുത്തെ കാലാവധി വരുന്നത്. അപ്പൊ 1 മാസത്തിന് ശേഷം ലഭിച്ചില്ലെങ്കിലാണ് ഈ ഒരു പ്രഖ്യാപനം നിർത്തലാക്കുന്നത്. അപ്പൊ 3rd സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓൺലി 1 and 2 ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? 1946 ഡിസംബർ 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താത്കാലിക ചെയർമാനായി നിയമിച്ചു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1946 ഡിസംബർ 11 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എങ്ങനെയാണ് തെറ്റാകുന്നത്? ഡിസംബർ 11 ഡിസംബർ 13 അദ്ദേഹം അവിടെ ലക്ഷ്യപ്രമേയം, അതായത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നത്. ഇയർ കറക്റ്റ് ആണ്, 1946 തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത്, 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിർമ്മാണ സമിതി ഡോക്ടർ BR അംബേദ്കറുടെ അധ്യക്ഷതയിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ശരിയല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് 2 ആണ്, സി ഓപ്ഷൻ ഓൺലി 2 ആണ് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാവകാശം മൗലികാവകാശമായി പ്രഖ്യാപിച്ചത്? കറക്റ്റ് ആൻസർ വരുന്നത് എ ആണ്, ആർട്ടിക്കിൾ 19(1)(a).
ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതെല്ലാം? മത്സ്യബന്ധനം, ടോൾ, വൈദ്യുതി, പൊതുജനാരോഗ്യം. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? സി, ഓൺലി 3. വൈദ്യുതിയാണ് ഇവിടെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. ബാക്കി 3ഉം എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത് അല്ലേ? ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ഭരണഘടനയുടെ ഭാഗം 11 പ്രതിപാദിച്ചിരിക്കുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. യൂണിയനും സംസ്ഥാനങ്ങളും കീഴിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 14 പ്രതിപാദിച്ചിരിക്കുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ചില വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 16 പ്രതിപാദിച്ചിരിക്കുന്നു. അതും ശരിയാണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഡി, ഓൾ ദ എബവ് ആണ് കേട്ടോ. ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A ആർട്ടിക്കിൾ 51A ഏതാണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് അല്ലെ, മൗലിക കടമകൾ. അപ്പൊ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ ഏവ? അതിൽ പെടാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തൊഴിൽക്കരം അടയ്ക്കുക, അനാഥരായ കുട്ടികളെ സഹായിക്കുക, കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലകളിൽ പണിയെടുപ്പിക്കാതിരിക്കുക, വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക. അപ്പൊ ഇത് 4ഉം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പെട്ടതല്ല. പിന്നെ ഇതിൽ മൂന്നാമത് വന്നിരിക്കുന്നത് കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലകളിൽ പണിയെടുപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഏതിലാ വരുന്നത്? റൈറ്റ് ടു അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ വരുന്ന കാര്യമാണ് അല്ലെ, ആർട്ടിക്കിൾ 24 ആണ് അത് വരുന്നത്. അപ്പൊ ഇത് 4ഉം ഇതിൽ പെടുന്നതല്ല. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 86ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? 86ാം ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു. പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലിക അവകാശമാക്കി. 6നും 14നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. നിർദ്ദേശ തത്വങ്ങളിലെ 45ാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി. ഇതെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇനി ചേരുംപടി ചേർക്കുകയാണ്. ആർട്ടിക്കിൾസ് തന്നിട്ടുണ്ട്, അതിന്റെ വിവരണം കൊടുത്തിട്ടുണ്ട്. ഭരണഘടനയുടെ 27ാം വകുപ്പ് 27ാം വകുപ്പിൽ എന്താ പറയണേ? മതസ്ഥാപനങ്ങൾ വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ അതിൽ വരുന്നത്. ഇനി ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് അല്ലേ, സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പ്. ഭരണഘടനയുടെ 13ാം വകുപ്പ് ജുഡീഷ്യൽ റിവ്യൂ, ഹൈക്കോടതിയുടെ പുനരവലോകനാധികാരം. പിന്നെ ഭരണഘടനയുടെ 226ാം വകുപ്പ് എന്താ? ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് വരുന്നത് ഏത് ഓപ്ഷനിലാണ്? ഓപ്ഷൻ ഡി 1C 2D 3A 4Bയിലാണ് ഇത് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏവ? ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരാകും. ശരിയാണ്. ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അതും ശരിയാണ്. ഭരണഘടനയുടെ ഭാഗം 3ൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പം ഭാഗം 3 എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഭാഗം 2ലാണ് സിറ്റിസൺഷിപ്പ് വരുന്നത്. 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ തന്നെയാണ്, പക്ഷെ ഭാഗം 2ലാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ പാർലമെന്റിനാണ് പൗരത്വത്തെ കുറിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ 3 മാത്രമേ തെറ്റുള്ളൂ. എ ആണ് കറക്റ്റ് ആൻസർ. വീണ്ടും ചേരുംപടി സർക്കിളാണ്. അപ്പൊ നമുക്ക് നോക്കാം. ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾസ് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏത് ആർട്ടിക്കിളാണ് ധനകാര്യ കമ്മീഷൻ വരുന്നത്? ഫിനാൻസ് കമ്മീഷൻ വരുന്നത് വകുപ്പ് 280 ആണ്, 280. ഇനി ഇലക്ഷൻ കമ്മീഷൻ വകുപ്പ് 324 ആണ് അല്ലെ. ഇനി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഏതാണ് വകുപ്പ് വരിക? 148 ആണ്. അറ്റോർണി ജനറൽ വരുന്നത് വകുപ്പ് 76 ആണ്. അപ്പൊ ഈ ഓപ്ഷൻസ് വരുന്നത് 1D 2C 3A 4B. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നത്. ശരിയാണ്. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അവശിഷ്ട അധികാരങ്ങളിൽ നിന്നും നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും അധികാരമുണ്ട്. അത് തെറ്റല്ലേ? റെസിജ്വൽ പവേഴ്സ് ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റിനാണ്, കേന്ദ്ര ഗവൺമെന്റിനാണ്. സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അതിൽ അധികാരമില്ല. ഇപ്പൊ സൈബർ നിയമങ്ങൾ കൊണ്ടുവരികയാണെങ്കിലും അതിൽ ആരാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ആണ് കേട്ടോ. 4-മത്തെ, അവശിഷ്ട അധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് കാനഡയിൽ നിന്നുമാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ തെറ്റായ പ്രസ്താവന 3 മാത്രമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തവ ഏവ? കൂട്ടുത്തരവാദിത്വം ശരിയാണ്.
പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും നിയമനിർമ്മാണ സഭാംഗങ്ങളാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയില്ല. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. മന്ത്രിസഭ ആരോട് അക്കൗണ്ടബിൾ ആണ്? ലോക്സഭയോട് അക്കൗണ്ടബിൾ ആണ്. അപ്പം തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പാർലമെന്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ ഭരണാധികാരിയും ഉണ്ടായിരിക്കും. റിയൽ എക്സിക്യൂട്ടീവും നോമിനൽ എക്സിക്യൂട്ടീവും ഉണ്ടായിരിക്കും. അപ്പൊ ഇതിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് വോട്ടിംഗ് FPTP സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് താഴെ പറയുന്നതിൽ ആരെ തിരഞ്ഞെടുക്കുവാനാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ, സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങളെ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. MLA മാരെ തിരഞ്ഞെടുക്കാനാണ് FPTP യൂസ് ചെയ്യുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഒക്കെ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം ആണ്. അതുപോലെ സംസ്ഥാന ലെജിസ്ലേറ്റീവിലെ കൗൺസിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതാണെങ്കിലും പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ടു STVs വെച്ചിട്ടാണ്. അപ്പം സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രൂപീകരിച്ചത് 1964 ഡിസംബർ 3-നാണ്. അത് തന്നെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഡിസംബർ 3, 1993-ലാണ് കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് കേരള ഗവർണറാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി ആയിരുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഇവിടെ ഒന്നാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ വർഷം. കറക്റ്റ് ആൻസർ വരുന്നത് എന്നാണ്? 1949 നവംബർ 26 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥയിൽ പെടാത്തത് കണ്ടെത്തുക. നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ, അർദ്ധ ഫെഡറൽ ഗവൺമെന്റ് സംവിധാനം, നിയമവാഴ്ച, ഭരണഘടനാ ഭേദഗതി. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് 2ഉം 4ഉം ആണ്. ക്വാസി ഫെഡറൽ ഗവൺമെന്റ് സംവിധാനം നമ്മൾ കാനഡയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 2 and 4 ആണ്, ബി ട്ടോ. അടുത്ത ചോദ്യം, അയിത്ത വിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണല്ലേ. 1955-ലാണ് അയിത്ത വിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് കേട്ടോ. ഇന്ത്യൻ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ കൂറുമാറ്റത്തിന്റെ പേരിൽ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. അപ്പൊ മാറ്റി ഡിഫെക്ഷൻ ആക്ട് ഏത് ഭേദഗതിയിലാണ് വന്നത്? 52-ാം ഭരണഘടനാ ഭേദഗതിയാണല്ലേ. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1985-ലെ 52-ാം ഭരണഘടനാ ഭേദഗതി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, NA പാൽഖിവാല. 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മുനിസിപ്പൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത ഭാഗം 9A ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1946 ഡിസംബർ 9-നാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിദ്യാഭ്യാസ അവകാശം 86-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണ്. 2008-ലാണ് ഈ നിയമം നിലവിൽ വന്നത്. ആണോ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ 2002 ആണ്. അപ്പൊ 2008 അല്ല, 2002 ആണ് വരുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഭരണഘടനയുടെ 21A എന്ന അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ 1ഉം 3ഉം ആണ് ശരി ഉത്തരം. ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അപ്പം നീതിന്യായ പുനരവലോകനം നമ്മൾ അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 324. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ആർട്ടിക്കിൾ 324. വോട്ടവകാശം 21-ൽ നിന്ന് 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61-ാം ഭേദഗതിയിലാണ് വോട്ടവകാശം 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കി മാറ്റിയത് കേട്ടോ. അപ്പം കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 1989-ലെ 61-ാം ഭേദഗതി. കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? അപ്പം കറക്റ്റ് ആൻസർ വരുന്നത് 1994 ഏപ്രിൽ 23 ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്.
അടുത്ത ചോദ്യം, സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ 186, 1994 കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ 205, 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ 183. അപ്പം ഇതില് 1ഉം 2ഉം ആണ് ശരിയായിട്ട് വരുന്നത്. സെക്ഷൻ 183 പറയുന്നത് പഞ്ചായത്ത് സെക്രട്ടറിന്റെ കാര്യമാണ്, അതായത് എക്സസൈസ് ഓഫ് ഫങ്ഷൻസ് ഓഫ് സെക്രട്ടറി ബൈ അതർ ഓഫീസേഴ്സ് ഇൻ സർട്ടൻ കേസസ്. അദ്ദേഹത്തിന്റെ ആബ്സെൻസിൽ, പഞ്ചായത്ത് സെക്രട്ടറി ഇല്ലാത്ത സമയത്ത് മറ്റുള്ള ഏതെങ്കിലും ഒരു ഓഫീസറിന് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എടുക്കാൻ പറ്റുന്ന ആ ഒരു പ്രൊവിഷനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. 1ഉം 2ഉം ആണ് ഇവിടെ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്, ചേരുംപടി ചേർക്കുക. ലക്ഷ്യപ്രമേയം ആരാണ്? ബി, ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ, ഡി ആണ് വരുന്നത്, ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭ നിയമോപദേശകൻ BN റാവു ആയിരുന്നു, എ ആണ് വരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ ചെയർമാൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് വരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ വല്ലഭായ് പട്ടേലാണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? 1D, 2A, 3B, 4C. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുടെ വകുപ്പുകൾ ശരിയായി ക്രമീകരിക്കുക. അപ്പൊ വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലെ. കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഏതാണ് വകുപ്പ് വരുന്നത്? വകുപ്പ് 43 ആണ് കുടിൽ വ്യവസായം വരുന്നത്. ഏകീകൃത സിവിൽ കോഡ് UCC ഏതാണ് വരുന്നത്? വകുപ്പ് 44. ഇനി ഗോവധം നിരോധിക്കുന്നത് വകുപ്പ് 48 ആണ് വരുന്നത്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും വകുപ്പ് 51 ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? 1B, 2C, 3D, 4A. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? വകുപ്പ് 378 ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. 378 അല്ല, 368 ഭേദഗതികളെ കുറിച്ച് പറയുന്നത്. അപ്പൊ അത് തെറ്റാണ്. ഭേദഗതിയുടെ സവിശേഷതകൾ കടമെടുത്തിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ്. അപ്പം അമെന്റ്മെന്റ്സ് നമ്മൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു എവിടെ നിന്നാണെന്ന്, സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് അയർലാൻഡ് അല്ല, സൗത്ത് ആഫ്രിക്കയാണ് കറക്റ്റ് ആൻസർ. ഇത് തെറ്റാണ്. ഇതുവരെ ഭരണഘടന 103 പ്രാവശ്യം ഭേദഗതി ചെയ്തു. 103 അല്ല, 106 തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. 106 തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1950 മാർച്ച് 14 അതും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആദ്യമായിട്ട് ഭേദഗതി ചെയ്തത് ജൂൺ 18, 1951. അപ്പം ഫോർത്ത് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇവിടെ എല്ലാ പ്രസ്താവനകളും തെറ്റാണെന്നാണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. കേരള ഗവർണറുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ 22ാമത് ഗവർണറാണ്, ശരിയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശുകാരനാണ്, അതും ശരിയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയത് 2019 സെപ്റ്റംബറിലാണ്, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു, അത് തെറ്റാണ്. അദ്ദേഹം ഒരിക്കലും ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നില്ല. അവിടെയാണ് ജനിച്ചത്, പക്ഷെ മുൻ മുഖ്യമന്ത്രി ഒന്നും ആയിരുന്നില്ല കേട്ടോ. അപ്പം 1, 2, 3 ആണ് ശരി. ഇവിടെ നമ്മളോട് തെറ്റായ പ്രസ്താവന ചോദിച്ചതുകൊണ്ട് എ ആണ്, ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്, 4. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കേണ്ടത് ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറാണ്, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കാൻ പാടില്ല, അതും ശരിയാണ്. ലോക്സഭയ്ക്കാണ് അതിന്റെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. സോ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഭരണഘടനയുടെ 108 വകുപ്പ് പ്രകാരം പ്രധാനമന്ത്രിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത്, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ആരാണ് വിളിച്ചുകൂട്ടുന്നത്? പ്രസിഡന്റ് ആണ്. അപ്പം 108 വകുപ്പ് പ്രകാരം തന്നെ പ്രസിഡന്റ് ആണ് സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത്. ഇതുവരെ 2 പ്രാവശ്യം സംയുക്ത സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്, അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതുവരെ 3 പ്രാവശ്യമാണ് നടന്നിട്ടുള്ളത്. 1961 ഡൗറി പ്രൊഹിബിഷൻ ബില്ല്, പിന്നെ 1978 ബാങ്കിങ് സർവീസ് കമ്മീഷൻ ബില്ല്, പിന്നെ 2002 പ്രിവെൻഷൻ ഓഫ് ടെററിസം ബില്ല്. അങ്ങനെ 3 തവണ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 3ഉം 4ഉം തെറ്റാണ്. നമ്മുടെ ഉത്തരം വരുന്നത് 1ഉം 2ഉം ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങൾ ഏവ? വിവാഹവും വിവാഹമോചനവും, ട്രസ്റ്റും ട്രസ്റ്റികളും, പൊതുജനാരോഗ്യം, കാർഡുകൾ, കുടുംബാസൂത്രണം. അപ്പൊ ഇതിൽ ABDE ശരിയുത്തരാണ്. സി, പൊതുജനാരോഗ്യം ഇതിലെ വരുന്ന സ്റ്റേറ്റ് ലിസ്റ്റിലാണ് അല്ലെ. അപ്പം ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്.
ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ശ്രീ NK സിംഗ് ആണ്, ശരിയാണ്. ധനകാര്യ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ശ്രീ KC നിയോഗി ആയിരുന്നു, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഭരണഘടനയുടെ 280ാം വകുപ്പ് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതും ശരിയാണ്. ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1950-ലാണ്, അതാണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 1950-ലല്ല, 1951 നവംബർ 22-നാണ് ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അധ്യക്ഷനായിട്ടില്ലാത്ത വ്യക്തി ആര്? അപ്പൊ ഇവിടെ ഓപ്ഷൻസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആൻസർ PT ചാക്കോ ആണ്. ബാക്കി 3 പേരും VK വേലായുധൻ, M ഗംഗാധര കുറുപ്പ്, MK സക്കീർ, ഇവർ 3 പേരും കമ്മീഷൻ ചെയർമാൻ ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? കേരള ഹൈക്കോടതി സ്ഥാപിച്ചത് 1956 നവംബർ 1-നാണ്, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1973-ൽ കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് മാറ്റി, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1956-ൽ ഹൈക്കോടതി സ്ഥാപിക്കുന്നത് തന്നെ എറണാകുളത്തായിരുന്നു, അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 63 വയസ്സോ 6 വർഷമോ ആണ്, അപ്പൊ ഇതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. 63 അല്ല, 62 വയസ്സാണ് വരുന്നത് കേട്ടോ. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശി ആയിരുന്നു, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് 2ഉം 3ഉം ആണ്. ഓപ്ഷൻ A ആണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റി ഏത്? അപ്പം ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ആശയം അതാരാണ് മുന്നോട്ട് വെച്ചത്? രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയാണ് ആ ഒരു റെക്കമെൻഡേഷൻ കൊടുത്തത് കേട്ടോ. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ C ആണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഉത്തരം വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതായിരുന്നു? അനുച്ഛേദം 32 അല്ലെ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതാണ് വരുന്നത്. ആർട്ടിക്കിൾ 32 ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതിയിലാണ്? 42-ലാണ് അല്ലെ. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത്, രാജ്യസഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ്, അത് ശരിയാണ് അല്ലെ. രാജ്യസഭയിൽ 250 അംഗങ്ങളാണുള്ളത്, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ രാജ്യസഭേനെ ഉപരിസഭ എന്ന് പറയുമ്പോൾ നമ്മൾ ലോകസഭേനെ അധോസഭ എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പൊ അത് ഓർത്തിരിക്കുക. ഇവിടെ ഓപ്ഷൻ D ഓൾ ദ എബവ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു? അത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്, എനിക്ക് ഒബ്വിയസ്ലി അറിയാവുന്ന ഒരു ഉത്തരമാണ് അല്ലെ. പ്രാദേശിക ഗവൺമെന്റുകൾ എന്ന് പറയുമ്പോൾ അത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പെടുന്നത്. സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്കു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? അപ്പൊ ആരാണ് അഡ്വൈസറി ആയിട്ട് പ്രവർത്തിക്കുന്നത്? അല്ല, ആർക്ക് വേണ്ടിയാണ് അഡ്വൈസറി ആയിട്ട് പ്രവർത്തിക്കുന്നത്? സുപ്രീം കോടതി രാഷ്ട്രപതിക്കാണ് അല്ലെ. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത ചോദ്യം, നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? നിർദ്ദേശക തത്വങ്ങൾ DPSP ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ. ഓപ്ഷൻ B ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. ഓപ്ഷൻ B. അടുത്ത ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഡാഷ് ആണ്. അപ്പൊ ആരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആര്? അപ്പൊ ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വരുന്നത് ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. ഓപ്ഷൻ B ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19-ൽ പെടാത്ത പ്രസ്താവന ഏത്? ആർട്ടിക്കിൾ 19-ൽ ഇല്ലാത്തത്. സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുക, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്, ഇന്ത്യയിൽ എവിടെയും സ്വാതന്ത്ര്യമായി സഞ്ചരിക്കുക. അപ്പൊ ഇതിൽ വരുന്നത് നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്നാണ്. അപ്പം റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14 ആണ്. അപ്പൊ ഓപ്ഷൻ C ആണ് 19-ൽ പെടാത്തത് കേട്ടോ. അടുത്ത ചോദ്യം, സോഷ്യലിസം, മതേതരത്വം എന്നീ 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? അപ്പൊ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഇത് കൂട്ടിച്ചേർത്തത്? ആമുഖത്തിലാണ് അല്ലെ. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. സോഷ്യലിസവും മതേതരത്വവും ആമുഖത്തിലാണ് കൂട്ടിച്ചേർത്തത് കേട്ടോ, 42ാം ഭേദഗതിയിൽ. വീണ്ടും ഒരു ചേരുംപടി ചേർക്കലാണ് മാച്ച് ദ ഫോളോയിങ്. അപ്പൊ ലിസ്റ്റുകൾ തന്നിട്ടുണ്ട്, അതിൽ വരുന്ന കോണ്ടന്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ യൂണിയൻ ലിസ്റ്റിൽ ഇതിൽ ഏതാ വരിക? സെൻസസ് ആണല്ലേ വരിക. സംസ്ഥാന ലിസ്റ്റില് ജയിലുകളാണ്. കൺകറന്റ് ലിസ്റ്റില് വനം, അവശിഷ്ടാധികാരം, റെസിജ്വൽ പവേഴ്സ്, സൈബർ നിയമങ്ങളാണ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ A ആണ് അല്ലെ. 1C, 2D, 3A, 4B.
അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ശരിയാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1990-ലാണ്. അത് തെറ്റാണ്. 1993-ലാണ് കേരളത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വരുന്നത് കേട്ടോ. ഇനി കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. സുകുമാർ സെൻ ആരായിരുന്നു? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആണ്. കേരളത്തിലെ ആരാണ്? MSK രാമസ്വാമിയാണ് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ കമ്മീഷണറായിട്ട് വരുന്നത്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ ആണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ 2ഉം 3ഉം ആണ് തെറ്റ്. ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം ആണ് തെറ്റ് വരുന്നത് കേട്ടോ. ിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. അത് തെറ്റാണില്ല. രാജ്യസഭ എന്താണ്? പെർമനന്റ് ഹൗസ് ആണ്, ഒരു സ്ഥിരം സഭയാണ്. അപ്പൊ അതിന് കാലാവധി ഇല്ല. രാജ്യസഭ പാർലമെന്റിന്റെ അധോമണ്ഡലമാണ്. അതും തെറ്റാണ്. ഉപരിസഭയാണ് രാജ്യസഭ. അധോസഭ ആരാണ്? ലോക്സഭയാണ്. അപ്പൊ ഉപരിസഭയാണ് അല്ലെങ്കിൽ ഉപരിമണ്ഡലമാണ്. അപ്പം അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 30 വയസ്സാണ്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണ്. അതും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എങ്ങനെയാണ് വരുന്നത്? പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലുള്ള പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. അപ്പൊ ഇവിടെ എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ജമ്മു കശ്മീരിന് പ്രത്യേക പദവി മുൻപ് നൽകിയിരുന്ന വകുപ്പായിരുന്നു വകുപ്പ് 370. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 2018-ൽ ജമ്മു കശ്മീരിന്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു. അത് തെറ്റാണ്. 2018-ലല്ലോ നഷ്ടപ്പെട്ടത്. എപ്പോഴാണ്? 2019-ലാണ് സ്റ്റേറ്റ്ഹുഡ് നഷ്ടപ്പെടുന്നത് കേട്ടോ. ഇപ്പോൾ ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അത് ശരിയാണ്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. അതും ശരിയാണ്. അപ്പൊ ഇവിടെ 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിര താമസമാക്കിയാലാണ് പൗരത്വ അപഹരണം വഴി കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 7 വർഷം. 7 വർഷം പുറത്ത് സ്ഥിര താമസമാക്കിയാലാണ് എന്തുണ്ടാവുന്നത്? പൗരത്വ അപഹരണം വഴി കേന്ദ്ര ഗവൺമെന്റിന് പൗരത്വം ഇല്ലാതാക്കാൻ കഴിയാട്ടോ. അടുത്തത്, എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണല്ലേ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി, 42ാം ഭേദഗതി. താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്? അപ്പൊ താഴത്തെ ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇതിൽ യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ഏതാണ്? ലോട്ടറി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? തൊഴിൽ സംഘടനകൾ, പൊതുജനാരോഗ്യം, മൃഗസംരക്ഷണം, മായം ചേർക്കൽ. അപ്പൊ ഇതില് പൊതുജനാരോഗ്യവും മൃഗസംരക്ഷണവും ആണ് കൺകറന്റിൽ വരാത്തത്. അത് രണ്ടും സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ ശരി ഉത്തരം. ഷാജഹാൻ ആണ് ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽ പെടുന്ന കോടതിയാണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇതിൽ ലോക് അദാലത്ത്, ലോക് എന്നുള്ള പദത്തിൽ തന്നെ ഉണ്ടല്ലേ ജനങ്ങൾ. അപ്പൊ ജനങ്ങളുടെ കോടതി. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത് കേട്ടോ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത് താഴെ കൊടുത്തവയിൽ ഏതൊക്കെയാണ്? ഭരണഘടനാ പുനരവലോകനം, സ്പീക്കർ പദവിയും അധികാരങ്ങളും, സ്വതന്ത്ര നീതിന്യായ സംവിധാനം, നിർദ്ദേശക തത്വങ്ങൾ. അപ്പൊ ഇതില് 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സ്പീക്കർ പദവി അധികാരങ്ങൾ നമ്മൾ UK-യിൽ നിന്നാണ്, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. നിർദ്ദേശക തത്വങ്ങൾ DPSP ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 1ഉം 3ഉം ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഹൈക്കോടതികളുടെ റിട്ട് അധികാരം ഏതനുച്ഛേദത്തിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 226 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഏതാണ്? ഓപ്ഷൻ സി 42 അല്ലെ, 42ാം ഭേദഗതി. അടുത്തത്, ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം, വോട്ട് സ്ഥാനാർത്ഥിക്ക്, ഒരു സമയം ഒരു സ്ഥാനാർത്ഥിക്ക് വിജയം, വോട്ട് പാർട്ടിക്ക്. അപ്പൊ ഇതിൽ എയും ഡിയും ആണ്. ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം, വോട്ട് പാർട്ടിക്കാണ്, സ്ഥാനാർത്ഥിക്കല്ല. അതുപോലെ തന്നെ ഒരു സമയം ഒരു സ്ഥാനാർത്ഥി ആവണമെന്നില്ല. പ്രൊപ്പോർഷണൽ അല്ലേ. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരേ പ്രൊപ്പോർഷനിൽ 2 പാർട്ടിക്കാർ വരാം. അപ്പൊ അതുകൊണ്ട് എയും ഡിയും ആണ് ഇവിടെ വരുന്നത്. സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ വരുന്നത്. വിച്ച് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് സ്പീക്കേഴ്സ് റൈറ്റ് ടു വോട്ട് ഇൻ ലോക്സഭ? അപ്പൊ ഏത് ആർട്ടിക്കിൾ ആണ് സ്പീക്കറുടെ റൈറ്റ് ടു വോട്ട്, കാസ്റ്റിംഗ് വോട്ടിനെ പറ്റി പറയുന്നത്? ആർട്ടിക്കിൾ 100 ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്.
Under Article 101, if a member of parliament is absent for how many days is their seat declared vacant? അപ്പം ഒരു എം പി എത്ര നാള് കണ്ടിന്യൂസ് ആയിട്ട് ആബ്സെന്റ് ആയാലാണ് അവരുടെ സീറ്റ് വേക്കന്റ് ആണെന്ന് ഡിക്ലെയർ ചെയ്യുക? 60 ദിവസമാണ്. ഓപ്ഷൻ ബി ആണ്. The GST Council was formed under which article inserted by the 101st Constitutional Amendment? അപ്പം എത്രാമത്തെ ആർട്ടിക്കിളിലാണ് GST Council വരുന്നത്? GST Council വരുന്നത് ആർട്ടിക്കിൾ 279A ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഡസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മേ അഡ്രസ് either ഹൗസ് ഓർ ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്? ആർട്ടിക്കിൾ 86 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് റിസ്റ്റോർഡ് ദ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കർട്ടെയിൽഡ് ഡ്യൂറിംഗ് എമർജൻസി? ഏതാണ്? 44th അമെന്റ്മെന്റിലാണ് അല്ലെ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ റിസ്റ്റോർ ചെയ്തത്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് 44th അമെന്റ്മെന്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ ആർട്ടിക്കിൾ 106 ദ അതോറിറ്റി ടു ഡിറ്റർമൈൻ സാലറീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ലൈസ് വിത്ത്? ആരാണ് എം പിമാരുടെ സാലറീസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? സാലറീസ് ആൻഡ് അവരുടെ എമോളിമെന്റ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് പാർലമെന്റ് ബൈ ലോ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ദ 105th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് റിലേറ്റ്സ് ടു 105ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? റിസ്റ്റോറിംഗ് സ്റ്റേറ്റ്സ് പവർ ടു ഐഡന്റിഫൈ OBCs. OBCസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള പവറിന്റെ അധികാരത്തിനെയാണ് റിസ്റ്റോർ ചെയ്തത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ് അബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ? അപ്പൊ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദിക്കുന്നത്. ദ ഐഡിയ ഓഫ് എൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫസ്റ്റ്ലി പ്രപ്പോസ് ബൈ എം എൻ റോയ്. ശരിയാണ്, എം എൻ റോയ് ആണ് ആദ്യം അങ്ങനെ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചത്. ദ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഓഫ് 1946 റെക്കമെൻഡഡ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അതും ശരിയാണ്, ക്യാബിനറ്റ് മിഷൻ പ്ലാൻ റെക്കമെൻഡേഷൻ പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വരുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫസ്റ്റ് കൺവീൻഡ് ഓൺ 9th December 1946. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഡോക്ടർ B.R. അംബേദ്കർ വാസ് അപ്പോയിന്റഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അത് തെറ്റാണ്. ഡോക്ടർ B.R. അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിന്റെ പ്രസിഡന്റ് ആയിരുന്നു അല്ലെ. അപ്പം ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു. അപ്പൊ 4th സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1, 2 and 3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1, 2 and 3 ആർ കറക്റ്റ്. 4 is നോട്ട് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഇസ് ദ ചെയർപേഴ്സൺ ഓഫ് 16th ഫിനാൻസ് കമ്മീഷൻ? വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അമെന്റ്മെന്റ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ? അപ്പൊ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത് ഏതാ? 42nd അമെന്റ്മെന്റ് ആണ്. ഇതിൽ ബാക്കി ഓപ്ഷൻസ് ഒന്നും കറക്റ്റ് അല്ല. 42nd അമെന്റ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ. ഓൺലി 2 ആണ് ഓപ്ഷൻ ഡി. Which one of the following cases Supreme Court of India ruled on basic structure doctrine? അപ്പൊ ഇതിൽ ഏതിലാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്? കേശവാനന്ദ ഭാരതി കേസാണ്, ഫേമസ് ആണ് അല്ലെ. അത് തെറ്റിക്കരുത്. ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനെ പറ്റി പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസിലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, which constitutions India adopted fundamental rights and directive principles state policy? ഇപ്പൊ ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എവിടുന്നാണ്? അമേരിക്കൻ ആൻഡ് ഐറിഷ് ആണ് അല്ലെ. അപ്പൊ അമേരിക്കൻ ആൻഡ് ഐറിഷ് എ ആണ് വരുന്നത്. അടുത്ത ചോദ്യം, ഹു ഡിസ്ക്രൈബ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആസ് നോവൽ ഫീച്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ആരാണ് നോവൽ ഫീച്ചർ ആണെന്ന് പറഞ്ഞത്? ഡോക്ടർ B.R. അംബേദ്കർ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. പൗരത്വത്തെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം ഇന്ത്യൻ പൗരനും വിദേശികൾക്കും ബാധകമാണ്. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഭരണഘടന നൽകുന്നുള്ളൂ, വിദേശികൾക്ക് ഈ അവകാശം നിഷേധിക്കുന്നു. അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിൽ ആകെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. വിദേശികൾക്ക് ഇല്ല, വിദേശികൾക്ക് ഈ അവകാശം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. ഓപ്ഷൻ സി, പ്രസ്താവന 2 ശരിയാണ്. സംസ്ഥാനമോ മറ്റേതെങ്കിലും അതോറിറ്റിയോ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഒരു ഉത്തരവ്. അപ്പൊ ഏത് റിട്ടാണ് ബോഡി ഹാജരാക്കാൻ പറയുന്നത്? ഹേബിയസ് കോർപ്പസ് അല്ലെ. ഓപ്ഷൻ എ ആണ്, ഹേബിയസ് കോർപ്പസ് ആണ് ശരി ഉത്തരം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സ്ഥാപനമാണ്. ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓംബുഡ്സ്മാൻ അല്ലെ. ഓംബുഡ്സ്മാൻ ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്ന സ്ഥാപനം. ഇനി നമുക്കിവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മെക്കാനിസം, ഫംഗ്ഷൻ, സോഷ്യൽ ഓഡിറ്റ്, സിറ്റിസൺ റിവ്യൂ, ജുഡീഷ്യൽ റിവ്യൂ, ലീഗൽ ചെക്ക്, ഓംബുഡ്സ്മാൻ, കംപ്ലൈന്റ് റിഡ്രസൽ. അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് മെക്കാനിസം ബെസ്റ്റ് സ്യൂട്ട്സ് മോണിറ്ററിംഗ് ലോക്കൽ പ്രോഗ്രാംസ്? അപ്പൊ ഇതിൽ കറക്റ്റ് വരിക സോഷ്യൽ ഓഡിറ്റ് ആണ് കേട്ടോ, ഓപ്ഷൻ എ. അതായത് ലോക്കൽ പ്രോഗ്രാമുകളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ള മെക്കാനിസം? സോഷ്യൽ ഓഡിറ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി?
ആമുഖം ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. സോഷ്യലിസ്റ്റ്, മതേതര എന്നീ വാക്കുകൾ 1950 യഥാർത്ഥ ഭരണഘടനയുടെ ആയിരുന്നോ? അല്ലല്ലോ. അത് 42nd അമെന്റ്മെന്റിലാണ് കൂട്ടിച്ചേർക്കുന്നത് അല്ലെ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമായി കണക്കാക്കപ്പെടുന്നു. ശരിയാണ്. ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖം ഭേദഗതി ചെയ്യാൻ കഴിയും. അതും ശരിയാണ്. അപ്പൊ ഇവിടെ 1, 3, 4 ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. താഴെ പറയുന്നവരിൽ ഏതാണ് ഇന്ത്യൻ രാഷ്ട്രപതിമാരുടെ ശരിയായ കാലക്രമം? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ സാക്കിർ ഹുസൈൻ, വി ഗിരി എന്നിവരാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ ആദ്യം വരുന്നത് ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്നു എസ് രാധാകൃഷ്ണൻ, പിന്നെ സാക്കിർ ഹുസൈൻ, വി ഗിരി. അപ്പൊ 2, 1, 3, 4 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. രാജ്യസഭയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്, അത് ഒരിക്കലും പിരിച്ചുവിടലിന് വിധേയമല്ല. ശരിയാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷത്തിലും വിരമിക്കുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. അതും ശരിയാണ്. രാജ്യസഭ ഉൾപ്പെടെ പാർലമെന്റിന്റെ ഏത് സഭയിലും ഒരു പണബില്ല് അവതരിപ്പിക്കാൻ കഴിയും. ആണോ? അത് തെറ്റല്ലേ? നമ്മൾ പറഞ്ഞു ധനബില്ല് എവിടെയാണ് അവതരിപ്പിക്കാൻ കഴിയുക? ലോക്സഭയിലാണ് അല്ലെ. അപ്പം 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ലോക്സഭയിലാണ് ആദ്യമായിട്ട് പണബില്ല് അവതരിപ്പിക്കേണ്ടത് കേട്ടോ. അപ്പോൾ 1, 2, 3 എന്നീ ഓപ്ഷനുകളാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് വുമൻ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? പ്രതിഭ പാട്ടീൽ ആയിരുന്നു അല്ലെ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഗവർണറെ കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതാണ് ശരി? ഗവർണറെ ഇന്ത്യൻ രാഷ്ട്രപതി നിയമിക്കുന്നു. ശരിയാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഗവർണർ 5 വർഷത്തെ നിശ്ചിത കാലാവധിക്ക് പദവി വഹിക്കുന്നു. അതിനു മുമ്പ് അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ കഴിയില്ല. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. അദ്ദേഹത്തിന്റെ ടേം ഒരു 5 വർഷത്തെ നിശ്ചിത കാലാവധി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് എന്നാണ് ആ പ്രൊവിഷൻ. അതുപോലെ തന്നെ ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഗവർണറെ ഇംപീച്ച് ചെയ്യാൻ പറ്റും, ആർട്ടിക്കിൾ 137 പ്രകാരം. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. ഇനി ഗവർണർ സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനായി പ്രവർത്തിക്കുകയും മന്ത്രിസഭയുടെ സഹായവും ഉപദേശവും അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നിലധികം സംസ്ഥാനങ്ങൾക്ക് ഒരേ സമയം ഒരു ഗവർണറെ നിയമിക്കാം. അതും ശരിയാണ്. അപ്പൊ ഇവിടെ 2 മാത്രമാണ് തെറ്റുള്ളത്. ഓപ്ഷനുകൾ 1, 3, 4 ശരിയാണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. Under which article of the Indian Constitution can public interest litigation be filed in High Court? അപ്പോൾ ഹൈക്കോർട്ടിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താല്പര്യ ഹർജി ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഫയൽ ചെയ്യാൻ പറ്റുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കേട്ടോ, ആർട്ടിക്കിൾ 226. മൗലിക കടമകളെ കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതാണ് ശരി? 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയാണ് മൗലിക കടമകൾ ചേർത്തത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അവ ഭരണഘടനയുടെ 5ാം ഭാഗത്തിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. അത് തെറ്റാണ്. 5ാം ഭാഗത്തിലാണോ? അല്ല, ഭാഗം 4A അല്ലെ. പാർട്ട് 4A മൗലിക കടമകൾ വരുന്നത്. അപ്പൊ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നിലവിൽ 11 മൗലിക കടമകളുണ്ട്. ശരിയാണ്. മൗലിക കടമകൾ നിയമപ്രകാരം നടപ്പിലാക്കാൻ കഴിയില്ല. അതും ശരിയാണ്. അതൊരു നോൺ എൻഫോഴ്സബിൾ ആയിട്ടുള്ള റൈറ്റ് ആണ് അല്ലെ. നമുക്കിപ്പം ഇത് നമ്മൾ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കും കോടതിയിൽ പോയി കേസ് കൊടുക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പം അതെന്താണ്? നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. അതുപോലെ നോൺ എൻഫോഴ്സബിൾ ആയിട്ടുള്ള റൈറ്റ് ആണ് മൗലിക കടമകൾ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. Under which article of the Indian Constitution is the office of Prime Minister mentioned? അപ്പോൾ office of Prime Minister മെൻഷൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 74 കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Which of the following Indian states does not have a state legislative council? ഇതിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. തമിഴ്നാടു ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാറിനൊക്കെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിട്ട് ഇസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ അണ്ടർ ആർട്ടിക്കിൾ 32 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അപ്പൊ ഇതിലെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഡി ആണ് വരുന്നത്. ഇൻജങ്ഷൻ ഒരു റിട്ട് അല്ല. മാൻഡമസ്, ഹേബിയസ് കോർപ്പസ്, കോവാറഡോ, സെർഷ്യോററി അതൊക്കെയാണ് നമ്മുടെ റിട്ടുകളായിട്ട് വരുന്നത്. ഇൻജങ്ഷൻ ഒരു റിട്ട് അല്ല കേട്ടോ. അടുത്തത്, ടു ഹൂം ഡസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അഡ്രസ് ഹിസ് ഓർ ഹെർ റെസിഗ്നേഷൻ ലെറ്റർ? ആർക്കാണ് കൊടുക്കേണ്ടത്? വൈസ് പ്രസിഡന്റിനാണ്. അപ്പം പ്രസിഡന്റ് രാജിക്കത്ത് കൊടുക്കേണ്ടത് വൈസ് പ്രസിഡന്റിനാണ് കേട്ടോ. Which provision of the Constitution of India empowers the Parliament to legislate with respect to any matter in the state list if a proclamation of emergency is in operation? അപ്പോൾ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളുടെ മുകളിൽ പാർലമെന്റിന് തീരുമാനമെടുക്കാം എന്നുള്ള ഒരു അധികാരം കൊടുക്കുന്നത് ഏത് ആർട്ടിക്കിളാണ്? അപ്പൊ ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 250 പ്രകാരമാണ് അങ്ങനെ ഒരു അധികാരം പാർലമെന്റിന് കിട്ടുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 250 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ.
അടുത്ത ക്വസ്റ്റ്യൻ, എൻഫോഴ്സ്മെന്റ് ഓഫ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കനോട്ട് ബി സസ്പെൻഡഡ് ഡ്യൂറിംഗ് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി. അപ്പൊ എമർജൻസി സമയത്ത് സസ്പെൻഡ് ചെയ്യപ്പെടാത്തത് ഏതൊക്കെ ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 20 and 21 ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അത് രണ്ടും അടിയന്തരാവസ്ഥ കാലത്ത് സസ്പെൻഡ് ആവില്ല. ബാക്കി എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും ആ സമയത്ത് സസ്പെൻഡഡ് ആക്കാം. ഹൂ ഇസ് ദ 26th ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? അപ്പോൾ ഇന്ത്യയിലെ 26ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ശ്രീ ഗ്യാനേഷ് കുമാർ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ശ്രീ ഗ്യാനേഷ് കുമാർ ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 317 ഡീൽസ് വിത്ത്. ആർട്ടിക്കിൾ 317 എന്തുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? റിമൂവൽ ആൻഡ് സസ്പെൻഷൻ ഓഫ് എ മെമ്പർ ഓഫ് എ പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ PSC മെമ്പറിനെ റിമൂവ് ചെയ്യാനോ സസ്പെൻഡ് ചെയ്യാനോ ഉള്ള ഒരു പ്രൊവിഷൻ ആണ് ആർട്ടിക്കിൾ 317 വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡോക്ട്രിൻ ഓഫ് ഒക്യുപ്പൈഡ് ഫീൽഡ് ഈസ് റിലേറ്റഡ് ടു ഇന്റർപ്രിട്ടേഷൻ ഓഫ്. ഒക്യുപ്പൈഡ് ഫീൽഡ് എന്ന് പറയുമ്പോൾ കേവല അധിനിവേശ സിദ്ധാന്തം എന്ന് വെച്ചാൽ പാർലമെന്റ് ഒരു വിഷയത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു നിയമം നിർമ്മിക്കുമ്പം അവിടെ സ്റ്റേറ്റിന് വലിയ റോൾ ഉണ്ടാവില്ല. അപ്പൊ കൂടുതൽ റോൾ ആർക്കാണ്? പാർലമെന്റിനാണ്. അപ്പൊ അത് പറയുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 254 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ ഡോക്ട്രിൻ ഓഫ് ഒക്യുപ്പൈഡ് ഫീൽഡ് ആർട്ടിക്കിൾ 254. ജുഡീഷ്യൽ റിവ്യൂ ബൈ ഹൈക്കോർട്ട്സ് വാസ് ഹെൽഡ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ ഓഫ് ഹൈക്കോർട്ടുകളുടെ ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അധികാരം ബേസിക് സ്ട്രക്ചറിൽ പെട്ടതാണ് എന്ന് വന്നത് ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എൽ ചന്ദ്രകുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന കേസിലാണ് അങ്ങനെ ഒരു വിധി വന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഒരു അഖിലേന്ത്യാ സർവീസിലെയോ ഒരു സംസ്ഥാനത്തിന്റെ സിവിൽ സർവീസിലെയോ യൂണിയന്റെയോ സംസ്ഥാനത്തിന്റെയോ സിവിൽ സർവീസിലെയോ അംഗമായ അല്ലെങ്കിൽ യൂണിയനോ സംസ്ഥാനത്തിന്റെയോ കീഴിൽ ഒരു സിവിൽ പദവി വഹിക്കുന്ന ഒരു വ്യക്തിയെയും അയാൾ നിയമിക്കപ്പെട്ട അധികാരത്തിന് കീഴിലുള്ള ഒരു അധികാരി പിരിച്ചുവിടുകയോ നീക്കം ചെയ്യുകയോ ചെയ്യരുത്. ഈ വകുപ്പ് താഴെ പറഞ്ഞതിന് ബാധകമല്ല. അപ്പം ഈ പറഞ്ഞ ഒരു പ്രൊവിഷൻ ഏതിനാണ് ബാധകമല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഒരു ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടതിന്റെ പേരിൽ ഒരു വ്യക്തിയെ പിരിച്ചുവിടുകയോ നീക്കം ചെയ്യുകയോ റാങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ. ശരിയാണ്. ഒരു വ്യക്തിയെ പിരിച്ചുവിടാനോ നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ റാങ്കിൽ കുറയ്ക്കാനോ അധികാരപ്പെടുത്തിയ ഒരു അധികാരി ആ അധികാരി രേഖാമൂലം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും കാരണത്താൽ ആ വ്യക്തിക്ക് കാരണം കാണിക്കാനുള്ള അവസരം നൽകുന്നത് ന്യായമായും പ്രായോഗികമല്ല എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ. അതും ശരിയാണ്. സംസ്ഥാനത്തിന്റെ സുരക്ഷയുടെ താല്പര്യാർത്ഥം അത്തരം ഒരു അന്വേഷണം നടത്തുന്നത് ഉചിതമല്ലെന്ന് രാഷ്ട്രപതിക്കോ ഗവർണർക്കോ ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ. അപ്പൊ അതും ശരിയാണ്. കറക്റ്റ് ആൻസർ വരുന്നത് 4 ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് കേട്ടോ. പാർലമെന്ററി പ്രത്യേക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി? അപ്പൊ പാർലമെന്ററി പ്രത്യേക അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ പാർലമെന്ററി പ്രിവിലേജസ്, ഈ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റിന് കുറച്ച് സ്പെഷ്യൽ പ്രിവിലേജുകളും അതുപോലെ ചില ഇമ്മ്യൂണിറ്റികളും ഒക്കെ ഉണ്ട് ചില കാര്യങ്ങളിൽ. അപ്പൊ അതിനെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് ചോദിക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 105 പാർലമെന്ററി പ്രത്യേക അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അവയിൽ പാർലമെന്റിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും സഭയിൽ നടത്തുന്ന പ്രസംഗങ്ങൾക്ക് നിയമ നടപടികളിൽ നിന്നുള്ള പ്രതിരോധവും ഉൾപ്പെടുത്തുന്നു. ശരിയാണ്. പാർലമെന്റ് പാസാക്കിയ ഒരു പ്രത്യേക നിയമത്തിലൂടെ ഈ പ്രത്യേക അവകാശങ്ങൾ വിശദമായി ക്രോഡീകരിച്ചിരിക്കുന്നു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ ഒരു ക്രോഡീകരണം എവിടെയും നടന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രത്യേക നിയമത്തിലൂടെ അങ്ങനെ ലിസ്റ്റ് ഔട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇനി നിയമനിർമ്മാണ പ്രവർത്തനങ്ങളുടെ സ്വാതന്ത്ര്യവും ഫലപ്രാപ്തിയും ഉറപ്പാക്കാൻ പാർലമെന്ററി പ്രത്യേക അവകാശങ്ങൾ അത്യാവശ്യമാണ്. അത് ശരിയാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് 1, 2, 4 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാനുണ്ടായിരുന്നത്. ഇനി കുറച്ചും കൂടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള സബ്ജക്ട്സും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് എക്സാമിന് മുമ്പ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ എന്താണ്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കമന്റ്സ് ആൻഡ് ക്വയറീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.